ഒരുപാട് വെയിറ്റ് ലോസിൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുവിധ ആൾക്കാർക്കൊക്കെ ഏകദേശം ഐഡിയ ഉണ്ടല്ലേ, വെയിറ്റ് ലോസ് ചെയ്യാനും മസിൽ ലോസ് ചെയ്യാനും ഒക്കെ ബോഡിക്ക് എന്താണ് ആവശ്യമെന്ന് എല്ലാവർക്കും ഇപ്പം ഏകദേശം കുറച്ച് നോളജൊക്കെ ആയി. അപ്പോൾ എപ്പോഴും നമ്മൾ നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ പ്രോട്ടീനിന് വേണ്ടി നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് എഗ്ഗും ചിക്കനൊക്കെയാണ്. പക്ഷേ ഈ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവർക്ക് പനീറാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊന്നും അധികം ആൾക്കാർ ആദ്യമൊന്നും പനീർ യൂസ് ചെയ്യാറില്ല അല്ലേ. ഇപ്പോൾ എനിക്കറിയത്തില്ല, ചിലരൊക്കെ കുറേ പേർക്കൊക്കെ യൂസ് ചെയ്യാൻ അറിയാമെന്ന് തോന്നുന്നു. എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ ഓർമ്മയിൽ ഇതുവരെ ആരും അങ്ങനെ പനീറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പിന്നെ നോർത്ത് ഇന്ത്യയിൽ വന്നേ പിന്നെയാണ് പനീറിനെ കുറിച്ച് അറിയാനും കൂടുതൽ കഴിക്കാനൊക്കെ തുടങ്ങിയത്. എൻ്റെ ഹോസ്പിറ്റലാണെങ്കിൽ ലഞ്ചിൽ ഡെയിലി ഈ പനീറിൻ്റെ കറി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ചില കറികളൊക്കെ കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെടാനും ചിലത് കഴിച്ച് കഴിച്ച് മടുക്കാനുള്ള ചാൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് വീട്ടിനകത്തൊരു ദിവസം എനിക്ക് ഉണ്ടാക്കി നോക്കാം. ഈ പനീർ ടിക്ക ഉണ്ടല്ലോ, നമ്മുടെ തന്തൂർ പോലെയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പനീർ വാങ്ങിച്ച് അത് നന്നായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് തൈരിനകത്ത് അത്യാവശ്യം ബേസിക് മസാലകളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്തു. ഇനി ഞാൻ വാങ്ങിച്ച പനീറിൻ്റെ ക്വാളിറ്റി കൊള്ളാത്തതുകൊണ്ടാണോ അത് കട്ടി കൂടി പോയതാണോ ഇനി എനിക്ക് ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ടാണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ. എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു, ഒരു മടുപ്പ് തോന്നിയ പോലെ. പക്ഷേ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കുന്ന കറിയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോ സ്ഥലത്തെ ഫുഡും അതിൻ്റെതായ ടേസ്റ്റോടെ കഴിക്കണമെങ്കിൽ അവരുണ്ടാക്കുന്ന രീതി തന്നെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് തന്നെ കഴിക്കണമെന്ന്. അപ്പോൾ ഇതാ, നിങ്ങൾക്ക് നന്നായിട്ട് ഉണ്ടാക്കാനൊക്കെ അറിയെങ്കിൽ ഇതുപോലെ നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ് കേട്ടോ പനീർ. അപ്പോൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക.